we shall discuss the energy bands in metals, insulators and semiconductors. Now if we take a silicon atom, its atomic number is 14. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 284. ജർമ്മേനിയം ആണെങ്കിൽ അറ്റോമിക് നമ്പർ 32 ആണ്, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 28184. അപ്പോൾ ഈ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ നോക്കുകയാണെങ്കിൽ ദർ ആർ 4 ഇലക്ട്രോൺസ് അല്ലേ. സിലിക്കൺ ആറ്റത്തിലും ജർമേനിയം ആറ്റത്തിലും 4 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഒരു ഓർബിറ്റിൽ ഫില്ല് ചെയ്യാവുന്ന ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഓക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അതായത് 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഇത് സ്റ്റേബിളായി. അപ്പോൾ ഇവിടെ ആക്ച്വലി 8 ഇലക്ട്രോൺസ് ക്യാൻ ഫിൽ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്, പക്ഷേ ദർ ആർ ഓൺലി 4. അപ്പോൾ 4 മോർ ഇലക്ട്രോൺസ് ബൈ ഷെയറിങ്, കോവാലൻ ബോണ്ട് ആണെങ്കിൽ ഷെയറിങ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ഫോം ആൻ അയോണിക് ബോണ്ട്. അങ്ങനെ 4 എണ്ണത്തിനും കൂടിയുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു ആറ്റത്തിൻ്റെ കേസ് പറയുമ്പോൾ ഒരു സിലിക്കൺ ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ ഇൻ എ സിലിക്കൺ ക്രിസ്റ്റൽ ദർ ആർ n ആറ്റംസ് അല്ലേ, ദർ ആർ ടോട്ടൽ n ആറ്റംസ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പറയാം ഈ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ നൗ ദർ ആർ 4n ആസ് എ ഹോൾ ക്രിസ്റ്റൽ എടുക്കുകയാണെങ്കിൽ ഒരു ആറ്റത്തിൽ 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ക്രിസ്റ്റലിലെ n ആറ്റംസ് പറയുമ്പോൾ ദർ ആർ 4n വാലൻസ് ഇലക്ട്രോൺസ്. 4n വാലൻസ് ഇലക്ട്രോൺസ് ഇതിലുണ്ട്. ഇനി ആക്ച്വലി ഈ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ എത്ര സ്റ്റേറ്റുകൾ പോസിബിളാണ്? 8n സ്റ്റേറ്റ്സ് ആർ പോസിബിൾ അല്ലേ. 8 വാലൻസ് ഇലക്ട്രോൺസ് ആർ പോസിബിൾ ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്. അപ്പോൾ n ആറ്റംസ് കൺസിഡർ ചെയ്യുമ്പോൾ 8n എനർജി സ്റ്റേറ്റ്സ് ആർ പോസിബിൾ. അതിൽ 4n ആർ ഓക്യുപ്പൈഡ് ബൈ ദി വാലൻസ് ഇലക്ട്രോൺസ്. ഇനി ബാക്കി 4n സ്റ്റേറ്റ്സ് ഇത് കോവാലൻ ബോണ്ട് വഴി ഫിൽഡ് ആവുകയാണ് ചെയ്യുന്നത് ഒരു ക്രിസ്റ്റലിൽ. സിലിക്കൺ അല്ലെങ്കിൽ ജർമേനിയം ക്രിസ്റ്റലിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ 8n എനർജി സ്റ്റേറ്റ്സിനെ 8n എനർജി സ്റ്റേറ്റ്സ് ആണ് ഉള്ളത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ. ആ 8n എനർജി സ്റ്റേറ്റ്സിൽ 4 എണ്ണം ഫിൽഡ് ആയിട്ടുള്ളതിനെ നമുക്ക് 4n വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയാം. 4n വാലൻസ് എനർജി സ്റ്റേറ്റ്സ്. ഇനി ബാക്കി 4n കണ്ടക്ഷൻ എനർജി സ്റ്റേറ്റ്സ് ആർ അവൈലബിൾ എന്ന് പറയാം. കണ്ടക്ഷൻ എനർജി ലെവൽസ് ഓർ കണ്ടക്ഷൻ എനർജി സ്റ്റേറ്റ്സ് ആർ അവൈലബിൾ ഇൻ ഈച്ച് സിലിക്കൺ ഓർ ജർമേനിയം ക്രിസ്റ്റൽ. അപ്പോൾ നമുക്ക് പറയാം ദി എനർജി ഓഫ് ദി 8n സ്റ്റേറ്റ്സ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2 ആൻഡ് ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ ആൻ എനർജി ഗ്യാപ്പ്. ഈ വാലൻസ് എനർജി സ്റ്റേറ്റ്സും conduction energy statesum they are separated by an energy gap. The lower band, which is completely occupied by the 4n valence electrons at absolute zero of temperature, is called the valence band. And the other band consisting of 4n energy states is called the conduction band. It is completely empty. അപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചറിൽ ഇൻ എ സെമി കണ്ടക്ടർ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോ പറയുമ്പോൾ എന്താണ് അർത്ഥം? -273.16 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. നമ്മൾ 0 കെൽവിൻ എന്ന് പറയുന്നത് -273.16 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അത്രയും ലോ ടെമ്പറേച്ചറിൽ ദ വാലൻസ് ബാൻഡ് ഈസ് ഓക്യുപ്പൈഡ്. 4n വാലൻസ് ഇലക്ട്രോൺസ് ആ എനർജി സ്റ്റേറ്റിലുണ്ട്. At absolute zero, valence band is completely occupied, but the conduction electrons, no electron is available for conduction എന്ന് പറഞ്ഞാൽ the conduction band is completely empty. ഇനി നമുക്ക് ഈ based on the energy gap we can classify the materials. ഇൻസുലേറ്റർ, മെറ്റൽ, അതേപോലെ സെമി കണ്ടക്ടർ, ആ ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഫിഗറിൽ we are able to see the energy band of metal. ഫസ്റ്റ് ഫിഗറിൽ മെറ്റൽസിൻ്റെയാണ്. അതായത് വാലൻസ് ബാൻഡ് ഈസ് പാർഷ്യലി ഫിൽഡ്, കണ്ടക്ഷൻ ബാൻഡ് ഈസ് ഓൾസോ പാർഷ്യലി ഫിൽഡ്. ഈ കേസ് ദിസ് ഈസ് ദ കേസ് ഓഫ് മെറ്റൽസ്. ഇൻ ദ കേസ് ഓഫ് മെറ്റൽസ് വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ബോത്ത് ആർ പാർഷ്യലി ഫിൽഡ്. അതായത് ചില ഇലക്ട്രോൺസ് ഫ്രീ ആണ്, ദേ ആർ അവൈലബിൾ ഫോർ കണ്ടക്ഷൻ. ആ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിലുള്ള ചില ഇലക്ട്രോൺസ് ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ബോത്ത് വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്സ് ആർ പാർഷ്യലി ഫിൽഡ്. അങ്ങനെ ആവാം. അല്ലെങ്കിൽ എന്താവാം, ദേ ആർ
ഓവർലാപ്പിംഗ്. ദ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ആർ ഓവർലാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഈ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസിന് വളരെ എളുപ്പത്തിൽ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവാം. ഈ വാലൻസ് ബാൻഡ് ഇതുവരെയുണ്ട്, ഈ പോയിന്റ് വരെയുണ്ട്. കണ്ടക്ഷൻ ബാൻഡിൻ്റെ ഏറ്റവും താഴം എന്ന് പറയുന്നത് ഇവിടം വരെയുണ്ട്. അപ്പോൾ എനർജി ഗ്യാപ്പ് ഈസ് 0 സിൻസ് ബോത്ത് ദ ബാൻഡ്സ് ആർ ഓവർലാപ്പിംഗ്. അപ്പോൾ മെറ്റൽസിൻ്റെ കേസിൽ ഐദർ ദിസ് ക്യാൻ ബി ദ കേസ് ഓർ ദിസ്. ഇനി ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, ബട്ട് ദ കണ്ടക്ഷൻ ബാൻഡ് ഈസ് എംപ്റ്റി ആൻഡ് ദി ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഈസ് വെരി ലാർജ്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. In the case of insulators, the energy gap between the valence band and the conduction band is greater than 3 electron volt. അപ്പോൾ അതാണ് ഇൻസുലേറ്റർ. ഇനി സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ദ എനർജി ഗ്യാപ്പ് ഈസ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. ദി ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി എനർജി ബാൻഡ്സ്. ഇപ്പോൾ ഈ 4 ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചറിൽ ഇൻ ദ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ദ കണ്ടക്ഷൻ ബാൻഡ് ഈസ് കംപ്ലീറ്റ്ലി എംപ്റ്റി. അപ്പോൾ അബ്സല്യൂട്ട് സീറോയിൽ കണ്ടക്ഷൻ ബാൻഡ് കംപ്ലീറ്റ്ലി എംപ്റ്റി എന്ന് പറഞ്ഞാൽ ഈ സെമി കണ്ടക്ടർ എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നു? ഇൻസുലേറ്റർ ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്നു. കംപ്ലീറ്റ്ലി എംപ്റ്റിയാണ്, അത് ഇൻസുലേറ്റർ ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ടെമ്പറേച്ചർ കൂടുമ്പോൾ റൂം ടെമ്പറേച്ചറിലേക്ക് എത്തിയാൽ -273 നിന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ വാലൻസ് ഇലക്ട്രോൺസ് ആ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് അതിലുള്ള ബോണ്ടുകളിൽ നിന്ന് അത് ഫ്രീ ആവുന്നു. അപ്പോൾ ഇലക്ട്രോൺ ഫ്രീ ആയി കണ്ടക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാലാണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടുള്ളൂ. അപ്പോൾ അറ്റ് അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് എ സെമി കണ്ടക്ടർ ബിഹേവ്സ് ലൈക്ക് ആൻ ഇൻസുലേറ്റർ.